അടുത്ത നമ്മൾ പറയാൻ പോകുന്നതാണ് ട്രാൻസ്ഡക്ഷൻ, സെക്കൻഡ് ടൈപ്പ് ഓഫ് ജീൻ ട്രാൻസ്ഫർ. This is the transfer of a part of genetic material from one strain of bacterium to another through a bacteriophage. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഡോണർ ബാക്ടീരിയ ഉണ്ടാവും, റെസിപ്പിയൻറ്റ് ബാക്ടീരിയ ഉണ്ടാവും. ഡോണർ ബാക്ടീരിയൻ്റെ എ പീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ എന്താവും റെസിപ്പിയൻറ്റിലോട്ടേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്തുന്നത് ഒരു കാരിയർ മോളിക്യൂൾ വഴിയാണ്. അതായത് ഡോണറിൻ്റെ DNA റെസിപ്പിയൻറ്റ് ബാക്ടീരിയത്തിലേക്ക് ഒരു കാരിയർ കൊണ്ടുകൊടുക്കുകയാണ്. ആ കാരിയർ ഇവയുടെ കേസിൽ ആരാണ്? ബാക്ടീരിയോഫേജ് ആണ്, അല്ലെങ്കിൽ ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് ആണ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ദി വൈറസ് മീഡിയേറ്റഡ് ബാക്ടീരിയൽ ജീൻ ട്രാൻസ്ഫർ. ഓക്കെ, ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ട്രാൻസ്ഡക്ഷൻ തന്നെ. ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷനും പ്രസൻ്റ് ആണ്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷനും പ്രസൻ്റ് ആണ്. ട്രാൻസ്ഡക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഡോണർ ബാക്ടീരിയത്തിൻ്റെ ജീനിനെ ഒരു റെസിപ്പിയൻ ബാക്ടീരിയത്തിലോട്ടേക്ക് കിട്ടുകയാണ് ബൈ യൂസിങ് എ കാരിയർ, അല്ലെങ്കിൽ വൈറസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, വൈറസ് വഴിയാണ് ജീൻ ട്രാൻസ്ഫർ നടക്കുന്നത്. ഇതിൽ ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. In generalized transduction, a portion of the donor bacterial DNA get enclosed by the capsid protein of the phage, forming a transducing particle. Transduring allato, transducing particle aanu. This happened as a mistake in phage assembly at the end of lytic cycle. നമ്മൾ ലൈറ്റിക് സൈക്കിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ലൈറ്റിക് സൈക്കിൾ എന്തായിരുന്നു അതാദ്യം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എ എന്ന് ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാവും. ഇവിടെ എ എന്ന് കാണിക്കുന്നത് ഒരു ബാക്ടീരിയൽ സെല്ലാണ്. അവർക്കൊരു ബാക്ടീരിയൽ സെല്ലിന് അവർക്കൊരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കും, ആ ഒരു DNA ആയിരിക്കാം. റെഡ് കളറിൽ കാണിക്കുന്നതാണ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ. ഇനി ഈ ബാക്ടീരിയനെ ഒരു വൈറസ് വന്നിട്ട് ഇൻഫെക്റ്റ് ചെയ്യുകയാണ്. ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിനെയാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. നോക്കൂ, അവരുടെ ഷേപ്പ് കണ്ടോ? ആ ഐക്കോസോഹെഡ്രൽ ഷേപ്ഡ് ഹെഡ്, നെക്ക്, ടെയിലൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയോഫേജ് വന്ന് ഇൻഫെക്റ്റ് ചെയ്യും. ഇൻഫെക്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ആ ലൈറ്റിക് സൈക്കിൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ബാക്ടീരിയയുടെ സെല്ലിന് മേലെ റിസപ്റ്റേഴ്സ് ഉണ്ടാകും, അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു വൈറസ് അല്ലെങ്കിൽ ആ ഫേജ് പോയി ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്തിട്ട് എന്താ ചെയ്യുക? അവരുടെ ജനറ്റിക് മെറ്റീരിയലിനെ ഉള്ളോട്ടേക്ക് റിലീസ് ചെയ്യും. സാധാരണ ബാക്കി എല്ലാ ബാക്ടീരിയാസിൻ്റെ കേസിലും കംപ്ലീറ്റ് വൈറസ് ഒന്നായിട്ട് ഹോസ്റ്റിൻ്റെ ഉള്ളിലോട്ടേക്ക് പോകും. പക്ഷേ ബാക്ടീരിയോഫേജിൻ്റെ കേസിൽ പുറമേയുള്ള ആ സ്ട്രക്ചേഴ്സൊക്കെ പുറത്തയച്ചിട്ടിട്ട് ജനറ്റിക് മെറ്റീരിയൽ മാത്രമാണ് ഉള്ളിലോട്ട് പോകുന്നത്. ഓക്കെ, ഇനി ബാക്ടീരിയോഫേജിൻ്റെ അല്ല ആ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലാണ് ഗ്രീൻ കളറിൽ കൊടുത്തത്. സോ ഗ്രീൻ കളറിലുള്ള ജനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയൽ സെല്ലിൻ്റെ ഉള്ളോട്ടേക്ക് പോകും. ഇനി ലൈറ്റിക് സൈക്കിൾ എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? ഇങ്ങനെ ഒരു ഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയൻ്റെ ഉള്ളിലെത്തിയാൽ അവരെന്ത് ചെയ്യും? ബാക്ടീരിയയുടെ എല്ലാ ഹോസ്റ്റിൻ്റെ കംപ്ലീറ്റ് ജനറ്റിക് മെഷീനറിൻ്റെയും കൺട്രോൾ അവർ ഏറ്റെടുക്കും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? ആ ബാക്ടീരിയൽ DNA കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്യിക്കും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യിക്കും. ഓക്കെ, ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ കംപ്ലീറ്റ് ഫ്രാഗ്മെൻ്റ് ആയിപ്പോവും. ബി പോർഷനിൽ കണ്ടോ? ആ ഗ്രീൻ കളറ് വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ, പിന്നെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കാണുന്നത് എന്താണ്? ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ ബ്രേക്കായി പോകുന്നതാണ്. ഇനി അടുത്തത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നത്? വൈറസിന് ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ഒരുപാട് കോപ്പീസ് എന്ത് യൂസ് ചെയ്തുണ്ടാക്കും? ആ ഒരു ഹോസ്റ്റിൻ്റെ മെഷീനറി യൂസ് ചെയ്തിട്ടുണ്ടാക്കും. ഓക്കെ, അതുപോലെ തന്നെ വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ടുകളും ഇവർ ഫോം ചെയ്യും. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ലൈറ്റിക് സൈക്കിളിൽ പറഞ്ഞിരുന്നു. അങ്ങനെ വൈറസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരു ജനറ്റിക് മെറ്റീരിയൽ, അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് പ്രോട്ടീൻ കോട്ട് ഉണ്ടാകും, ക്യാപ്സിഡ്. സോ ഈ ഒരു ബാക്ടീരിയൽ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലും റെപ്ലിക്കേറ്റ് ചെയ്യും, അതുപോലെ തന്നെ അവരുടെ പ്രോട്ടീൻ കോട്ടും റെപ്ലിക്കേറ്റ് ചെയ്യും. ഇനി ഡിയിൽ കാണുന്നതാണ് അസംബ്ലിങ്. അതായത് അവർക്ക് വൈറസിന് പ്രോട്ടീൻ കോട്ടുമായി അതുപോലെ തന്നെ ജനറ്റിക് മെറ്റീരിയലായി ഇനി അത് രണ്ടും കൂടി അസംബിൾ ചെയ്യണം.
വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലിന് ചുറ്റും പ്രോട്ടീൻ കോട്ട് അസംബിൾ ചെയ്തിട്ട് ഒരു പുതിയ പ്രോജനീസ് ഉണ്ടാക്കണം. ഇവിടെയാണ് നമ്മുടെ ഈ ഒരു ഇത് നടക്കുന്നത്. മിസ്റ്റേക്കായിട്ട് എന്ത് പറ്റും? വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ട് ഈ ഒരു ബാക്ടീരിയയുടെ ഒരുപാട് ഫ്രാഗ്മെൻ്റ് ആയി പോയല്ലോ ജനറ്റിക് മെറ്റീരിയൽ. അങ്ങനെ ബാക്ടീരിയയുടെ DNA ഫ്രാഗ്മെൻറ്റിൻ്റെ ചുറ്റും അസംബിളായി പോവും. ഓക്കെ, എററായിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ മിസ്റ്റേക്കൺലി സംഭവിക്കുന്നതാണ് ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ഹോസ്റ്റിൻ്റെ DNA ഫ്രാഗ്മെൻറ്റിന് ചുറ്റും വൈറസിൻ്റെ പ്രോട്ടീൻ കൂട്ടുപോയി അസംബിൾ ചെയ്യും. ഇതിനെയാണ് ട്രാൻസ്ഡ്യൂസിങ് ഫേജ് എന്ന് പറയുന്നത്. എ ഫേജ് വിത്ത് ബാക്ടീരിയൽ ജീനോം. ഓക്കെ, ട്രാൻസ്ഡ്യൂസിങ് ഫേജ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡ് ജനറ്റിക് മെറ്റീരിയലിന് ചുറ്റും ബ്ലൂ പ്രോട്ടീൻ കൂട്ട്. ഇനി എന്താണ്? ബാക്ടീരിയൽ സെല്ലിൻ്റെ ലൈസിസ് നടക്കും. ഈ ഫേജസ് ഒക്കെ പുറത്തോട്ട് റിലീസ് ചെയ്യും. ഇതിൽ ട്രാൻസ്ഡ്യൂസിങ് ഫേജും ഉണ്ടാവും. ഈ ട്രാൻസ്ഡ്യൂസിങ് ഫേജ് പോയി അടുത്ത ബാക്ടീരിയൽ സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യും. ഓക്കെ, ട്രാൻസ്ഡ്യൂസിങ് ഫേജിൽ എന്താണുള്ളത്? വേറൊരു ബാക്ടീരിയയുടെ DNA ഫ്രാഗ്മെൻ്റ് ആണുള്ളത്. അത് പോയിട്ട് വേറൊരു ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യും. ആ ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയലാണ് അവിടെ ബ്ലൂ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ട്രാൻസ്ഡ്യൂസിങ് ഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയലിന് ഉള്ളോട്ടേക്ക് പോകും. എന്നിട്ട് ആ ഒരു ഫേജിൻ്റെ DNA എന്തുമായിട്ട് ഇൻ്റഗ്രേറ്റ് ആവും? ഇപ്പോഴത്തെ ആ ഹോസ്റ്റ് ബാക്ടീരിയയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. നോക്കൂ, ആ റെഡ് കളറ് ബ്ലൂ കളേർഡ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ആവും. അതായത് വേറൊരു ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ ഈ ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയലുമായിട്ട് ഫ്യൂസ് ആവുകയാണ് അല്ലേ? അത് ഒരു ഫേജ് യൂസ് ചെയ്തിട്ടാണ് ഫ്യൂസ് ആവുന്നത്. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്? ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. കംപ്ലീറ്റും ഉണ്ട്, അബോർട്ടീവും ഉണ്ട്. കംപ്ലീറ്റ് ട്രാൻസ്ഡക്ഷൻ എന്ന് വെച്ചാൽ when the recipient cell divides later, the recombinant chromosome replicates and the transduced gene is transmitted to the daughter cell. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ പിക്ചർ നോക്കിയാൽ മതി. നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ട്രാൻസ്ഡ്യൂസിങ് ഫേജ് ഉണ്ടാവും അല്ലേ? അതായത് ഒരു ഡോണർ ബാക്ടീരിയയുടെ DNA ഫ്രാഗ്മെൻറ്റ് കൂടി ചേർന്നിട്ടൊരു ഫേജ് ഫോം ചെയ്യും. ഈ ഫേജ് എന്ത് ചെയ്യും? വേറൊരു ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു നമ്മൾ. അങ്ങനെ ഇൻഫെക്റ്റ് ചെയ്യും. അതാണ് ആ ഒരു സെക്കൻഡ് പിക്ചറിൽ കാണിക്കുന്നത്. ഫേജിൻ്റെ DNA ഉള്ളോട്ട് കയറിപ്പോവും. അതായത് ആ ഡോണർ DNA ഉള്ളോട്ട് കയറിപ്പോവും. ഇനി ഈ ഡോണർ DNA ഒന്നെങ്കിൽ ഇവരുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. റെസിപ്പിയൻറ്റിൻ്റെ ബാക്ടീരിയൽ DNAയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്കറിയാം ബാക്ടീരിയക്ക് റെപ്ലിക്കേഷൻ നടക്കും അല്ലേ? ബൈനറി ഫിഷനൊക്കെ നടക്കും. അപ്പം ഇങ്ങനെ ബാക്ടീരിയ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഈ ഡോണർ DNA ഫ്രാഗ്മെൻറ്റും റെപ്ലിക്കേറ്റ് ചെയ്തു പോകും. ഇതിനെയാണ് കംപ്ലീറ്റ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ചില കേസിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഇവർ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്ട് സൈറ്റോപ്ലാസത്തിൽ ഡോണർ DNA മാറി നിൽക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ഒരു റെസിപ്പിയൻറ്റിൻ്റെ DNA റെപ്ലിക്കേറ്റ് ഇങ്ങനെ ചെയ്തു പോകും. പക്ഷേ ഇവർക്കൊരു മാറ്റം ഉണ്ടാവില്ല. ഇവർക്ക് റെപ്ലിക്കേഷൻ നടക്കില്ല. കാരണം ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്ട് മാറി നിൽക്കല്ലേ. സോ ലേറ്റർ അത് അബോർട്ടീവായിട്ട് പോയി പോകും. ഓക്കെ, സോ ഇതിനെയാണ് അബോർട്ടീവ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇവിടെ നമ്മൾ ഈ പിക്ചറിലായിരുന്നു എന്ത് പറഞ്ഞിരുന്നത്? ട്രാൻസ്ഡ്യൂസിങ് ഫേജ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഡോണർ ബാക്ടീരിയയുടെ DNA വെച്ചിട്ടൊരു ഫേജ് ഉണ്ടാവും. അത് വേറെ ബാക്ടീരിയനെ, ആ ബ്ലൂ കളർ ജനറ്റിക് മെറ്റീരിയലുള്ള ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ പിക്ചറിൽ നോക്കിയാൽ എന്താ ചെയ്യുന്നത്? ആ ഡോണർ DNA ഈ ബാക്ടീരിയൽ DNAയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ബാക്ടീരിയ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ റെപ്ലിക്കേറ്റ് ചെയ്ത് പൊക്കോളും. ഇനി ചില സമയത്ത് ആ ഡോണർ DNA റെഡ് കളറിലുള്ളത് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്ട് സൈറ്റോപ്ലാസത്തിൽ മാറി നിൽക്കും. അങ്ങനെയുള്ള കേസിൽ എന്താണ്? ബാക്ടീരിയയുടെ DNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പം ഇവർ റെപ്ലിക്കേറ്റ് ചെയ്യില്ല. കുറച്ച് കഴിയുമ്പം ഡിസ്ട്രക്റ്റ് ചെയ്ത് പോയി പോകും. ഓക്കെ.